എൻ്റെ പേര് ഷൈനി ഷാജൻ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കട്ടച്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂൺ മാസമാണ് ഉടമ്പടി എടുത്തത്. 2021 ജൂണിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ അതിൻ്റെ ആഘാത ദുഃഖത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബ് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ മനോവിഷമം ദൈവം അമ്മ മാതാവ് വഴിയായി എനിക്ക് നല്ല ആത്മധൈര്യവും സന്തോഷവും എൻ്റെ മനസ്സിൽ നിറഞ്ഞു. അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. പിന്നെ 2022 ജൂണിൽ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിലാണ്. കൃത്യമായിട്ട് 3 മാസമാകുമ്പം ഉടമ്പടി വന്ന് പുതുക്കുവാനും ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം 90% കൃത്യമായിട്ട് ചെയ്യുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അമ്മ മാതാവിനും പരിശുദ്ധ മാതാവിനും അതിന് 1000 നന്ദി. രണ്ടാമതായി ഭൗതിക അനുഗ്രഹങ്ങളെന്ന് പറയുമ്പം ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ് റെൻറ്റിനൊന്നും പോകാതെ ഇങ്ങനെ മുരടിച്ച് കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് അമ്മ മാതാവിനോട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ വന്ന് കണ്ടു. അപ്പോൾ അച്ഛനേക്ക് കാശുരൂപം തന്നു. 4 നിലയുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ആ 4 നിലയിലും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ റെൻറ്റിന് ആ ബിൽഡിങ് പോകാൻ പറ്റി. അത് അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കുഴൽക്കിണർ നിർമ്മിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ 550 അടിക്ക് വെള്ളം കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. 550 പോയിട്ട് 600 അടിച്ചിട്ടും 650 വെള്ളമില്ല. അത് നമ്മുടെ ജപമാല റാലിയുടെ തലേ ദിവസമാണ്. ഇപ്പം ജപമാല റാലിക്ക് വരുമ്പം ഞാൻ 1 മാസം നോയിമ്പൊക്കെ എടുത്ത് ഒരുങ്ങി നല്ല ത്രില്ലടിച്ച് നിൽക്കുവാണ് ജപമാല റാലി സമ്മതിക്കാൻ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വരുമ്പം നന്ദി പറയാൻ പറ്റണം, എനിക്ക് വെള്ളം തന്നേ പറ്റൂ. പക്ഷേ 550 എന്ന് പറഞ്ഞിട്ട് 650 700 വെള്ളം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തുകൊണ്ടാണ് എനിക്കത് തരാത്തത്? അമ്മ എനിക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, ഞാൻ ഇനി തരണം, വെള്ളം വേണമെന്ന് പ്രാർത്ഥിക്കത്തില്ല, അമ്മ എനിക്കത് തന്നേ പറ്റൂ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും അവിടെ തന്നെ വിളിച്ചു, ചേച്ചി വെള്ളം കിട്ടി. അത് അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അവിടെയൊക്കെ 3-4 കുഴൽക്കിണറുകൾ വേറെ കുത്തിയിട്ടൊന്നും വെള്ളം കിട്ടിയില്ല. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നു നിങ്ങളുടെ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാഗ്യമല്ല, അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് ആ വെള്ളം കിട്ടിയതെന്ന്. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഭൗതിക സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഹസ്ബൻഡ് മരിച്ചത്. അത് വളരെ നന്നായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റി. അപ്പം അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതിന് ഞാൻ ഇവിടെ നിന്ന് ഒരു വലിയ രൂപമൊക്കെ മേടിച്ചുകൊണ്ട് പോയി വെച്ച് അവരുടെ രൂപം പ്രതിഷ്ഠിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ എവിടെയാണോ ആ രൂപം വെക്കാൻ മനസ്സിൽ വിചാരിച്ചത് അവിടെ അമ്മ സ്വപ്നത്തിൽ എനിക്ക് പ്രതീക്ഷപ്പെട്ടു. അമ്മ മാതാവിൻ്റെ സാമീപ്യം ഞാൻ എപ്പോഴും തന്നെ അറിയാറുണ്ട്. മുല്ലപ്പൂമ സ്മെല്ല് ഞാൻ ആ സ്വർഗീയ സുഖം എപ്പോഴും അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും യേശു ക്രിസ്തു വഴി എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്ന അതിനേക്കാൾ ഉപരി എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി വളരുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതിനൊക്കെ വളരെ ഒരു പേടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഉടമ്പടിയിലെടുത്തപ്പം ഞാൻ സാക്ഷി ഇതുവരെ ഇവിടെ കയറി പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് കൗൺസിലിങ്ങിൻ്റെ സാർ എന്നോട് ചോദിച്ചു, ഇത്രയും ഉടമ്പടി പുതുക്കിയിട്ട് എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയാത്തത്? അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യമില്ല. ഞാൻ മൈക്കിൽ കൂടെയൊന്നും അങ്ങനെയൊന്നും സംസാരിച്ചിട്ടൊന്നും ഉള്ള ആളല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയെ അടുത്ത പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് അമ്മ എനിക്ക് ഒരു ധൈര്യം തകർന്ന് പറഞ്ഞൊരവസരം തരണമേ എന്ന്. എന്തായാലും 2 ആഴ്ചയായപ്പോൾ തന്നെ എനിക്കിങ്ങനെ കയറി നിന്ന് പറയാൻ പറ്റിയതിന് അമ്മ മാതാവിന് 1000 നന്ദി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഇനിയേറെ അനുഗ്രഹങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. 3 അല്ലെങ്കിൽ 5 കെട്ട് പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അങ്ങനെയുള്ളിടത്താണ് ഞാൻ പത്രവിതരണം നടത്തുന്നത്. പൊതിച്ചോറുകൾ കൊടുക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ 10-20 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിലും ഞാൻ വന്നത് ഒരു ചേച്ചിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ഷൈനി പോകുമ്പോൾ ആ കൂടെ വരാം. അപ്പം ഞാൻ ഇന്നിപ്പം ഫ്രീ ആയതുകൊണ്ട് ചേച്ചിയും കൊണ്ട് വരുവാണ്. എൻ്റെ പിള്ളേരുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ തന്നെയും ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊക്കെ അവരൊക്കെ ഒരു നിലയിൽ എത്തിയിട്ടുണ്ട്.
ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഷിനി ഷാജൻ എന്ന ഈ മകള് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ താൻ ഒന്നുമല്ല, അതായത് തനിക്ക് ആരുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ മരണം മൂലം അതുവരെയും ഒന്നിനും മുൻപിട്ടിറങ്ങാതിരുന്ന മകള് പിന്നീട് എങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്യുവാനും ഹസ്ബൻഡ് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് സ്വയം ഏറ്റെടുത്ത് നടത്തുവാനും അത് ഏറ്റവും നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകുവാൻ ഉടമ്പടി തന്നെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തിയത്. തനിക്ക് മൈക്ക് പിടിച്ച് സംസാരിക്കുന്നതൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഈ മകൾ പറഞ്ഞു. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുന്നു. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം ഉടമ്പടിയുടെ ഉറപ്പിന്മേലാണ്. പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യരാവുകയാണ് ഉടമ്പടി എടുക്കുന്നത് വഴി ഓരോ മക്കളും. അത് വീണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താൻ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ ആ ഭവനത്തിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അത് മാറുന്നു. തങ്ങൾക്ക് ലഭിച്ച ജലസമ്പന്നതയെക്കുറിച്ചും അതുപോലെ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സുഗന്ധ അഭിഷേകവും തന്നെ എങ്ങനെയാണ് എപ്പോഴും ചേർത്ത് പിടിക്കുന്നത്. അത് തനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ തനിക്ക് തന്നെയുണ്ട്. ഇവിടെ താൻ മൂലം പലരും വന്ന് ഉടമ്പടി എടുക്കുവാനിടയായി. ഇന്നും തൻ്റെ കൂടെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്തിൽ 1-ാം സ്ഥാനം എന്ന് തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു എന്ന് തിരുവചനം അരുളി ചെയ്യുന്നത് പോലെ നാം കൂടുതൽ ഉന്മേഷമുള്ളവരാവുകയാണ്. നാം ഒരിക്കലും മടുത്തു പോകുന്നില്ല. കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുവാൻ എത്രയേറെ സമയമെടുത്താലും എത്ര ദൂരം നാം നടന്നു പോയാലും ഈ തിരുവചനം പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരിക്കലും നാം മടുക്കില്ല. കർത്താവിൻ്റെ കൃപയാണ് നമ്മെ നയിക്കുക. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.